ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ച അർത്ഥേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാം ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി കസ്മൈ യേന വിഭാസിതോ യമതുലോ ജ്ഞാനപ്രദീപഃ പുരാം തദ്രൂപേണ ച നാരദായ മുനയേ കൃഷ്ണായ തദ്രൂപിണാം യോഗീന്ദ്രായ തദാത്മനാഥ ഭഗവദ്രാധായ കാരുണ്യതഃ തച്ഛുദ്ധം വിമലം വിശോകമമൃതം സത്യം പരം ധീമഹി ധർമ്മഃ പ്രോജ്झितगैतवोऽत्र परमो निर्मत्सराणां सतां वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनम् श्रीमद्भागवते महामुनिकृते किं वा परैः ईश्वरः सद्यो हृद्यवरुध्यतेऽत्र कृतिभिः शुश्रूषुभिस्तक्षणात् निगमकल्पतरोर्गलितं फलं शुकमुखात् अमृतद्रवसंयुतं पिबत भागवतं रसम् आलयं मुहुरहो रसिकाः भुवि भावुकाः यं प्रव्रजन्तमनुपेदमपेतकृत्यं द्वैपायनो विरहकातर आजुहाव पुत्रेदि तन्मयतया तरवोऽभिनेतुः तं सर्वभूतहृदयं मुनिम् आनतोऽस्मि यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपम् अतितितीर्षतां तमोन्धं संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनां नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् सर्वत्र गोविन्दनामसङ्कीर्तनम् മനുഷ്യന് ഭഗവാന്റെ കൃപ ഉണ്ട് എന്നുള്ളതിന് ദൃഷ്ടാന്തം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയഃ എന്ന് ശങ്കരാചാര്യർ 3 വിഷയം പറഞ്ഞു. മനുഷ്യജന്മം കിട്ടിയെന്നുള്ളത് ഒരു കാര്യം, അതിൽ മുമുക്ഷുത്വം, ഭക്തിമാർഗത്തിലോ ജ്ഞാനമാർഗത്തിലോ യോഗമാർഗത്തിലോ കർമ്മയോഗമാർഗത്തിലോ എവിടെയെങ്കിലുമൊക്കെ ഒരു പ്രവൃത്തി ഉണ്ടാവുക, ഒരു അധ്യാത്മമായ ഒരു അഭിരുചി ഉണ്ടാവുക. ഇവിടെ ഇങ്ങനെ ഉണ്ണുക, ഉറങ്ങുക, സമ്പാദിക്കുക, പേരും പ്രസിദ്ധിയും സമ്പാദിക്കുക, ഇത് മാത്രമല്ല, ഇതിനപ്പുറം ഒരു അലൗകികമായ ഒരു കാര്യമുണ്ട് എന്നുള്ള ഒരു ഉൾക്കാഴ്ച. അത് വരുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനാവണത്. ജാതാഹ തേ ഏവ ജഗതി ജന്തവ സാധുജീവിതാഃ യേ പുനർനേഹ ജായന്തേ ശേഷാഃ ജരഠഗർദഭാഃ. യോഗവാസിഷ്ഠത്തിൽ രാമൻ വസിഷ്ഠനോട് പറയണതാണിത്. അവരാണ് ജനിച്ചതിന് പ്രയോജനമുള്ളവർ. ആരാണെന്ന് വെച്ചാൽ ഭംഗിയായിട്ട് ജീവിച്ചവർ, സാധുജീവിതാഃ. അതിൻ്റെ ഫലം എന്താ? ഏ പുനർന ഇഹ ജായന്തെ, അവർ വീണ്ടും ഇവിടെ പുനർജന്മം ഇല്ല അവർക്ക്. ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ ശേഷാഹ ജരഠഗർദഭാഃ. ഗർദഭം എന്ന് വെച്ചാൽ കഴുത. ജരഠഗർദഭം എന്ന് വെച്ചാൽ വയസ്സായ കഴുത, ഭാരം ചുമക്കാൻ പോലും പറ്റാത്ത കഴുതാണ്.
കഴുത കൊണ്ടൊരു പ്രയോജനമുണ്ട്, ഭാരം ചുമക്കും. ഇത് ഭാരം ചുമക്കാനും വയ്യാതെ ആയിത്തീർന്നു. അപ്പോൾ മനുഷ്യന് ഈ മുമുക്ഷുത്വം ഉള്ളിൽ വരുമ്പോൾ, ഭഗവത് സാക്ഷാത്കാരത്തിനുള്ള വാഞ്ച വരുമ്പോൾ, ഭഗവാൻ ആ സമയത്ത് സത്സംഗം തരും. മഹാപുരുഷ സംശ്രയ. സത്സംഗത്തിനെ ആത്മനിഷ്ഠമായി നിന്ന് പ്രയോജനപ്പെടുത്തിക്കൊള്ളണം മുമുക്ഷു. അത് ഭക്തിമാർഗത്തിലാണെങ്കിൽ ഇപ്പോൾ പറയായിരുന്നു, ഭക്തി ജ്ഞാനം യോഗം വിട്ടേക്കോ. യോഗം എല്ലാത്തിലും വേണം. ജ്ഞാനയോഗം, ഭക്തിയോഗം, രാജയോഗം, കർമ്മയോഗം, എല്ലാത്തിലും യോഗമുണ്ട്. യോഗമില്ലെങ്കിൽ ജ്ഞാനം വെറും പാണ്ഡിത്യമാവും. യോഗം ഇല്ലെങ്കിൽ ഭക്തി വെറും വികാരമാവും. യോഗമില്ലെങ്കിൽ കർമ്മം വെറും ബന്ധകാരണമായിട്ട് തീരും. യോഗം എല്ലാത്തിലും വേണം. സ്വരൂപാവസ്ഥാനമാണ് യോഗം. അപ്പോൾ ഭക്തി ജ്ഞാനം എന്ന് രണ്ട് വഴികളെടുത്താൽ, ഭക്തി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു തോന്നലുണ്ട്, നമുക്ക് അറിയുമെന്ന്. വലിയ പരമഭാഗവതന്മാരായിട്ടുള്ള പല ആളുകളും പറയണു, ഞങ്ങൾക്ക് ഭക്തി എന്താണെന്ന് അറിയില്ല, ഇനി നിശ്ചയമായിട്ടില്ല. ഭക്തി എന്ന് പറയുമ്പോൾ വിപുലമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ഭക്തിയിലുണ്ടല്ലോ. അതിൻ്റെ അവാന്തരം, അതിൻ്റെ വശങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു അമ്പലത്തിനെ ചുറ്റിയുള്ള കാര്യങ്ങൾ, അമ്പലത്തിൽ പൂജ, അമ്പലത്തിൽ നടത്തിപ്പ്, അമ്പലത്തിന് ചുറ്റും ഉള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഗോശ്രീപുരേശ്വരൻ്റെ അവിടെ പോയാൽ ആ ചുറ്റുമുള്ള ഇടങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. ഇത്രയും വലിയ സ്ഥലം ഭഗവാനെ ആരാധിക്കാനായിട്ട് വെച്ചല്ല. പക്ഷേ ഇതേപോലെയാണ് എല്ലാ അമ്പലങ്ങളും ഒക്കെ ഭംഗിയാണ്. പക്ഷെ നമ്മൾ കൂടുതൽ ആഴത്തിൽ ആരാഞ്ഞു പോകുമ്പോൾ ആ കെട്ടിടം കൊണ്ടും ഭഗവതാരാധന കൊണ്ടും നമുക്കൊരു ഫീലിംഗ് വരുന്നുണ്ട്. വ്യക്തികൾ അതിനകത്ത് പോയി ഭഗവാനെ ആരാധിച്ച് ഒക്കെ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ പ്രയോജനം ഉണ്ടാവുന്നത്. ഇതൊക്കെ സാമഗ്രികളാണ്. ഇപ്പോൾ ഭക്തിമാർഗത്തിൽ ഇപ്പോൾ ഭാഗവതം വായിക്കാം. 7 ദിവസം ഭാഗവതം മഹോത്സവം നമ്മൾ സപ്താഹം ചെയ്തു. ഇതിപ്പോൾ ആറാവുമ്പോൾ തന്നെ മനസ്സിങ്ങനെ ആവും, നാളെ ഇനി എന്ത് ചെയ്യും അല്ലേ? ഈ എക്സൈറ്റ്മെൻറ്റിൻ്റെ അടുത്ത വശമാണ് ഡിപ്രഷൻ. എത്ര എക്സൈറ്റ് ആവുമോ അത്ര കണ്ട് ഡിപ്രസ്ഡ് ആവും. അങ്ങനെ പാടില്ല എന്നാണ്. അതാണ് നിത്യോത്സവം ഭവത്യേഷാം നിത്യശ്രീഹി നിത്യമംഗളം യേഷാം ഹൃദിസ്ഥോ ഭഗവാൻ മംഗളായതനോ ഹരിഹി. നിത്യവും ഉത്സവമാണ്, നിത്യവും ശ്രീയാണ്, നിത്യവും ഭഗവതാരാധന കൊണ്ടുള്ള സന്തോഷം. അതിനിപ്പോൾ എന്താ വഴി എന്ന് വെച്ചാൽ, അതിന് എളുപ്പമായ ഒരു വഴി ഭക്തിയിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൽ ശരി കാര്യം നടക്കാനിപ്പോൾ എന്താ വേണ്ട? ഇപ്പോൾ തലവേദന എങ്ങനെ വരണു എന്ന് ക്ലാസ് എടുക്കുക, അതൊന്നും വേണ്ട. തലവേദന ലോകത്തിൽ എത്ര ആളുകൾക്ക് വന്നിട്ടുണ്ട് അതൊന്നും പറയണ്ട. ഇത് മാറാൻ എന്താ വേണ്ടത്? ഒരു പാരസെറ്റമോൾ കഴിച്ചു, അതുമാതിരി നമുക്ക് വേണ്ടിയിരിക്കുന്നു. ലൗകികർക്ക് അത്രയൊക്കെ പറ്റുള്ളൂ. അതിൽ കൂടുതൽ ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ ശക്തി ഉള്ളിന്ന് വരണം. ഇനി വിചാരം ചെയ്യാതെ ജ്ഞാനമുണ്ടാവില്ല. പക്ഷെ ആ വിചാരത്തിനുള്ള ശക്തിയെ ഉണർത്തുന്ന ഒരു ബീജാവാപം ചെയ്യേണ്ടിയിരിക്കുന്നു.
മഹാഭാവത്തിൻ്റെ ബീജമെന്ന്, ആ ബീജാവാപമാണ് ഭഗവാന്റെ നാമം മന്ത്രജപം എന്ന് പറയുന്നത്. യജ്ഞാനം ജപയജ്ഞോസ്മി. ശരിക്കും ചെയ്യാവുന്നതാണത്. എന്ന് വെച്ചാൽ അതിന് പഠിക്കേണ്ട, അതിന് ഓർമ്മ വയ്ക്കേണ്ട, ബ്രെയിൻ സ്ട്രെയിൻ ഇല്ല. വിഷ്ണു സഹസ്രനാമം പോലെ 20 മിനിറ്റിലോ 1.5 മണിക്കൂറിലോ ഒന്നും തീരില്ല. മനസ്സിലായോ? വിഷ്ണു സഹസ്രനാമത്തിന് അങ്ങനെ ഒന്നുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ചുറ്റി 1.5 മണിക്ക് പോകും, ചിലപ്പോൾ 20 മിനിറ്റിൽ തീർന്നു. അപ്പോൾ അങ്ങനെ ആവില്ല. നമ്മളൊരു ജപം പരിശീലിച്ച് കഴിഞ്ഞാൽ ധാരാളം ജപം ചെയ്യാം. ഇരുന്നും നടന്നും ഒക്കെ ജപം ചെയ്യാം. ഇത്രയും വലിയ ഈ അമ്പലത്തിൽ പ്രദക്ഷിണം ചെയ്ത് ജപം ചെയ്യാം. എറണാകുളത്തപ്പൻ്റെ അവിടെ പോയ വലിയ പ്രാകാരമുണ്ട്, പ്രദക്ഷിണം ചെയ്ത് ജപം ചെയ്യാം. നമുക്ക് വീട്ടിലാണെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ നടന്ന് ജപിക്കാം. അപ്പം ജപം ഭക്തിയിൽ ഒരു സാധനയാണ്, സരളമായ സാധന, അനുഭവത്തിനെ കൊണ്ടുവരുന്ന സാധന, ചിത്തവൃത്തി നിരോധം വരുത്തുന്ന സാധന. നമ്മളുടെ മനസ്സൊക്കെ സ്പന്ദനമാണല്ലോ. ജപവും ഒരു സ്പന്ദനമാണ്. ഈ സ്പന്ദനം തന്നെയാണ് ആ സ്പന്ദന ദോഷത്തിന് ഒരു മരുന്ന്. അനേക വിധത്തിലുള്ള വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉള്ളിലിങ്ങനെ പൊന്തി വരുമ്പോൾ ഈ മന്ത്രസ്പന്ദനം ഉള്ളിൽ നിലനിർത്തുക, അത് ധ്യാനത്തിലേക്ക് കൊണ്ടുവിടും. ഉറക്കെ ജപിക്കാം, വായു കൊണ്ട് ജപിക്കാം, മനസ്സുകൊണ്ട് ജപിക്കാം. ജപം നിന്ന് നിശ്ചലമായി മൗനമായും ഇരിക്കാം. നേരിട്ടുള്ള അധ്യാത്മമായിട്ടുള്ള സാധനയാണ്. ബാക്കിയൊക്കെ തന്നെ ആഗന്തുകമാണ്. കുറച്ച് നേരത്തേക്കേ പറ്റുള്ളൂ. ഭാഗവതം വായിക്കുക, വായിച്ചു, കുറച്ച് നേരം വായിച്ചു. അതൊരു വിശ്വാസത്തിൻ്റെ പേരിലാണ്. അധികം പേരും അർത്ഥം പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ വായിക്കണത്. ഒരു വിശ്വാസത്തിന് അത് ഭാഗവതമാണ്, വായിച്ചു. പാരായണം അത് അതിൻ്റെ ഒരു ഭാഗത്തിൽ ഇരിക്കട്ടെ. ജപം എത്ര ചെയ്യുന്നോ അത്രയും ഭാഗവതവും മനസ്സിലാവും. മന്ത്രത്തിന് മന്ത്രമൂർത്തിം അമൂർത്തികം. മന്ത്രം തന്നെ ഭഗവാന്റെ മൂർത്തി എന്നാണ്. അപ്പോൾ വേറൊരു മൂർത്തി വേണമെന്ന് പോലുമില്ല, രൂപം വേണമെന്ന് പോലുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് രൂപധ്യാനമോ ഭഗവാന്റെ കഥാശ്രവണത്തിൻ്റെ ധ്യാനമോ തത്വവിചാരമോ ഒക്കെ ജപത്തിൻ്റെ കൂടെ തന്നെ ചെയ്യാം. ഇങ്ങനെ ജപം എന്നുള്ളത് പ്രായോഗികമായിട്ട് ചെയ്യാവുന്ന ഒരു സാധന. അതിന് പഠിപ്പും അറിവും ഒന്നും ആവശ്യമില്ല. നാവുന്ന വേണ്ടു ഹരിനാരായണായ നമ എന്ന് പറഞ്ഞു. അഭ്യാസേന തു കൗന്തേയ വൈരാഗ്യേണ ച ഗൃഹ്യത്തെ. വൈരാഗ്യം കൊണ്ടും അഭ്യാസം കൊണ്ടും നേടിയെടുക്കേണ്ട കാര്യമാണ്. ആർക്കും ചെയ്യാം, അന്ധബുദ്ധികൾക്കും ചെയ്യാം. നമുക്ക് അറിയുന്ന നമ്മുടെ അടുത്തൊരു സ്ഥലത്ത് ഒരു മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള മന്ദബുദ്ധി എന്ന് നമ്മൾ പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. വളരെ ഇന്നസെൻ്റാണ്, വലിയ ഒന്നും ചെറിയ കുട്ടികളെ പോലെയാണ്. ഞാനൊക്കെ കാണുമ്പോൾ അവർക്ക് 50 വയസ്സിനടുത്ത് ആയിട്ടുണ്ടാവണം. എപ്പോഴും ജപമാണ്. ചിലപ്പോൾ അടുത്ത വീട്ടിൽ നമുക്കറിയുന്ന ഒരാൾ അവരുടെ വീട്ടിലേക്ക് വരും, വന്നിട്ട് പറയും എന്നെ ജപിക്കാനേ സമ്മതിക്കണില്ല, അവർ ടി വിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കണം, ഞാൻ ഇവിടെ ഇരുന്ന് ജപിക്കട്ടെ എന്ന് ചോദിക്കും. ജപിച്ചോളൂ. അവിടെ ഇരുന്ന് ജപിച്ച് കുറേ നേരം സന്തോഷമായി ജപിച്ചിട്ട് പോകും. നോക്കൂ, ഇത് അങ്ങനെയുള്ള ആൾക്കും പറ്റും. നിങ്ങൾ ഓഫീസിലേക്ക് പോവുകയാണോ, ട്രെയിനിൽ പോവുകയാണോ, ബസ്സിൽ പോവുകയാണോ, ജപം ചെയ്യാം. പലരും ഈ ബോംബെയിൽ പാസഞ്ചർ ട്രെയിനിൽ യാഗയജ്ഞങ്ങൾ വരെ നടത്തും. ഒരിക്കൽ ഞാൻ ട്രെയിനിൽ താനെ നിന്ന് ഡോംബിവില്ലിയിലേക്ക് പ്രഭാഷണത്തിന് പോവുകയാണ്. അപ്പോൾ ഒരാൾ മൂക്കിൽ ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ വേറെ ഒരാളുടെ തലയും. അത്ര തിരക്കുണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. അവർ തിരിച്ചു വരുന്ന വഴിയിൽ പച്ചക്കറി നുറുക്കും, ലളിതാ സഹസ്രനാമം ജപിക്കും.
1-2 മണിക്കൂർ കിട്ടുകയും ആ സമയം കൊണ്ട് അതൊരു വിധത്തിൽ അവർ ചിലരൊക്കെ പറയും നല്ല അനുഗ്രഹമാണ്. കാരണം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അവിടെ എത്തുന്ന വരെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് സമാന മനസ്കരായിട്ടൊക്കെ കൂടി ഭാഗവതം വായിക്കുക, ജപം ചെയ്യാൻ അറിയുമെങ്കിൽ ഇങ്ങനത്തെ സമയങ്ങളിലൊക്കെ നമ്മൾ മുക്തിക്ക് വേണ്ട ഭണ്ഡാരം ശേഖരിക്കും. കാറിൽ പോകുമ്പോൾ പലരും പറയാറുണ്ട് സത്സംഗമൊക്കെ ട്രാഫിക് ജാമിലാണ്. ജീവിതത്തിൽ ട്രാഫിക് ജാമിലും സത്സംഗം തന്നെ വേണം. ഓഫീസിലേക്ക് പോകുമ്പോൾ ട്രാഫിക് ജാമും സത്സംഗമാണ്. ചിലപ്പോൾ പല സ്ഥലത്തും കുടുങ്ങുമ്പോഴൊക്കെ കാർ ഓടിക്കുമ്പോഴൊക്കെ ഇത് കേട്ടിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഗ്യാപ്പ് സ്പേസിനെ യൂസ് ചെയ്താൽ തന്നെ നമ്മൾ മുക്തരായിട്ട് തീരും. അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ ജപം ചെയ്തുകൊണ്ടേ പാചകം ചെയ്താൽ ആ പാചകമൊക്കെ നിവേദ്യമായിട്ട് തീരും. അല്ലാതെ വെറുതെ തടപ്പള്ളിയിൽ കൂലിക്ക് ഒരാളെ നിർത്തിയിട്ട് നേദ്യം പാചകം ചെയ്ത് സ്വാമിയുടെ മുമ്പിൽ കൂലിക്ക് പൂജ ചെയ്യുന്ന ആൾ ചെയ്യണതല്ല. നിങ്ങൾ നാമം ജപിച്ചുകൊണ്ട് വീട്ടിലെ അമ്മമാർ പാചകം ചെയ്താൽ ആ അന്നം ഭുജിക്കുന്ന മക്കൾക്കും ഭർത്താവിനും എല്ലാവർക്കും ശരീരത്തിന് നല്ലത്, മനസ്സിന് നല്ലത്, വീട്ടിന് നല്ലത്, നിങ്ങൾക്കും നല്ലത്. ഈ അന്നം തസ്മാത് സർവൗഷധമിതി ശ്രുതി പറയണത് സർവൗഷധമാണെന്നാണ്. ഔഷധം കഴിക്കണമെന്നതൊരു ചിലരേ ഉള്ളൂ, പക്ഷെ അന്നം എല്ലാവരും കഴിക്കും. അപ്പം അന്നത്തിനെ ഔഷധമാക്കി മാറ്റിയിട്ട് കൊടുക്കണം എന്നാണ്. ഭഗവൻ നാമ ജപം കൊണ്ട് അന്നത്തിനെ ഔഷധമാക്കി മാറ്റിയിട്ട് കൊടുക്കണം. അല്ലാതെ ഈ പാചകം ചെയ്യുന്ന സമയത്ത് പിറുപിറുത്ത് കൊണ്ടേ ചെയ്യാൻ പാടില്ല. എൻ്റെ തലയിലെഴുത്ത് ഈ അടുക്കളയിൽ തന്നെ എൻ്റെ ജീവിതം ഇങ്ങനെ പോകും, എന്ത് തലയിലെഴുത്തിനാണോ ഇങ്ങനെ ആയത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതൊക്കെ പാചകം ചെയ്ത് ഈ ഉരുളക്കിഴങ്ങും പൊടിമാസമൊക്കെ വെച്ച് കൊടുത്താൽ ആ ഉരുളക്കിഴങ്ങ് ഉള്ളിൽ പോയിട്ട് പൊട്ടും. തൃശ്ശൂർ പൂരത്തിന് പടക്കം പൊട്ടുന്ന പോലെ പൊട്ടും. എന്താന്ന് വെച്ചാൽ ആ വിചാരമാണേ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നമുക്കറിയില്ല, അറിഞ്ഞിട്ടല്ല ചെയ്യണത്. അപ്പോൾ അതൊക്കെ കൂടെ പൊട്ടും ഉള്ളിൽ പോയിട്ട്. അതുകൊണ്ട് ഭഗവൻ നാമജപം കൊണ്ട് അന്നം ശുദ്ധമാവും, നമ്മൾ കിടക്കുന്ന റൂം ശുദ്ധമാവും, എല്ലാം ശുദ്ധമാവും. വളരെ എളുപ്പമാണ്. ഇത് ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്നും ചിത്തം ശാന്തമാവും തോറും ബുദ്ധിക്ക് തെളിച്ചുണ്ടാവും, ബുദ്ധി സ്ഥിരമാവും, ശാസ്ത്രാർത്ഥങ്ങളൊക്കെ മനസ്സിലാവും. ഏറ്റവും അധികം യോഗികളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ജപമാണ്, ജപയജ്ഞമാണ്. ഭഗവാൻ രമണ മഹർഷി ആത്മവിചാരം ഉപദേശിക്കുമ്പോൾ ജപത്തിനെയും കൂടിയിട്ടാണ് പറഞ്ഞത് കാവ്യകണ്ഠ ഗണപതി മുനിയുടെ അടുത്ത്. കാരണം അവരൊക്കെ അത് ചെയ്തിരുന്നവരാണ്. അതുകൊണ്ട് ഇപ്പം ജ്ഞാനം എന്ന് പറയുമ്പോഴും ജ്ഞാനമും പലരും ധരിക്കുന്നത് ജ്ഞാനം എന്ന് വെച്ചാൽ പ്രസ്ഥാനത്രയം പഠിക്കുക. ഇപ്പം ജപം ഭക്തിയുടെ കാര്യം പറഞ്ഞല്ലോ, നമ്മൾ ഭാഗവതം പഠിക്കുക, നാരായണം, ഇതൊക്കെ സെക്കൻഡറിയാണ്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ് സാരതമമായ വിഷയം ജപമാണ്. അതേപോലെ ജ്ഞാനം എന്ന് പറയുമ്പോഴും ആളുകൾ ധരിക്കുന്നത് പ്രസ്ഥാനത്രയം പഠിക്കണം, ശാസ്ത്രം പഠിക്കണം, ഭാഷ്യം പഠിക്കണം. ചന്ദ്രശേഖര ഭാരതി സ്വാമിയുടെ അടുത്ത് ഒരാൾ പറഞ്ഞു, ഭാഷ്യം പഠിക്കാതെ ജ്ഞാനം എങ്ങനെ വരും? അപ്പോൾ ചന്ദ്രശേഖര ഭാരതി സ്വാമി ചോദിച്ചു, അപ്പോൾ ശങ്കരാചാര്യർ അജ്ഞാനിയാണല്ലേ എന്ന്. കാരണം അദ്ദേഹം ഭാഷ്യം പഠിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇതിനൊക്കെ മുമ്പ് ജ്ഞാനം ആത്മാവിൻ്റെ സ്വരൂപമാണ്. ആ സ്വരൂപഭൂതമായ വസ്തുവിനെ കാണാനുള്ള ഒരു അന്തർമുഖത വരണം. അതിനാണ് ഈ ജപത്തിനെ ആശ്രയിക്കുന്നത്. അന്തർമുഖമാവണം. ചിത്തത്തിനെ ഉള്ളിലേക്ക് തിരികെ കയറ്റേണ്ടിയിരിക്കണം, ശ്രദ്ധാശക്തിയെ. അല്ലാതെ ഇത് ഉപനിഷത്തിൽ എങ്ങനെ പ്രതിപാദിച്ചിരിക്കുന്നു, ഗീതയിൽ എങ്ങനെ പ്രതിപാദിച്ചിരിക്കുന്നു, ബ്രഹ്മസൂത്രത്തിലെ, ഇതൊക്കെ കൊള്ളാം, നല്ലതാണ്. കുറച്ച് ശുദ്ധമായ നേരം പോക്കാണ്, ശുദ്ധമായ
കാര്യങ്ങളാണ്, കാലക്ഷേപമാണ്, സംശയമില്ല. പക്ഷെ അത് പോരാ. അതിൻ്റെയും യഥോ യഥോ നിശ്ചരതി മനഃശഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യൈതദ് ആത്മന്യേവ വശം നയേത്. പ്രശാന്തമനസം യേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതം അകൽമഷം. ഇങ്ങനെയാണ് അതിൻ്റെ പ്രക്രിയ. ഭഗവാൻ ഗീതയിൽ പറയണത് ഇങ്ങനെയാണ്: ഏകാന്ത സ്ഥലത്തിരിക്കൂ, മനസ്സിനെ പുറത്തു വിടാതെ അന്തർമുഖമാക്കൂ. അന്തർമുഖമാവുന്നില്ലെങ്കിൽ ആലംബമായിട്ട് ജപം ചെയ്യും. ജപം ചെയ്യുന്നതോടൊപ്പം മനസ്സ് ഉള്ളിൽ ഏകസ്പന്ദനമായിട്ടിരിക്കുമ്പോൾ നമ്മൾ ചിത്തത്തിനെ നല്ലവണ്ണം കാണും. ചിത്തമണ്ഡലത്തിൽ അഹംവൃത്തി, ഇപ്പോൾ മഹർഷി പറയുന്ന ഉപദേശമൊക്കെ അപ്പം മനസ്സിലാവും. ഈ ഞാൻ എന്നുള്ള വൃത്തി അങ്ങനെ ഒരു ഉള്ളിൽ ചലിക്കുന്നതും അതിൽ നിന്ന് പുറപ്പെടുന്ന വ്യവഹാരത്തിൻ്റെ സ്ട്രീമൊക്കെ അപ്പോഴാണ് നമ്മൾ കാണുക. ഞാൻ എന്ന് തോന്നുന്നതും പിന്നെ ഞാൻ അനുഭവിക്കണു, ഞാൻ കർമ്മം ചെയ്യുന്നു, എനിക്ക് വരുന്ന സുഖം, എനിക്ക് വരുന്ന ദുഃഖം, എനിക്കിഷ്ടപ്പെട്ടവർ, എനിക്കിഷ്ടപ്പെടാത്തവർ, ഇങ്ങനെയൊക്കെ തന്നെ ഞാൻ 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 എന്ന് തോന്നുന്ന ഈ അഭിമാനവൃത്തി, ഈ അഹംവൃത്തി, ഈ വൃത്തിയുടെ സ്പന്ദനത്തിനെ ജപത്തോടുകൂടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആ വൃത്തിയുടെ സ്പന്ദനത്തിന് മൂലം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആ വൃത്തി ഹൃദയത്തിൽ അടങ്ങുകയും അവിടെ അനാദികാലമായിട്ടുള്ള ഒരു ജപത്തിനെ നമ്മൾ കാണും. നമ്മൾ ജപിക്കുന്നതല്ല, അന്തര്യാമിയായ ദേവൻ്റെ ജപം, സ്പന്ദനം, അജപ എന്നാണ്. നമ്മൾ ജപിക്കുന്നില്ല, ഉള്ളിൽ ഉണ്ടാവുന്ന ആദിസ്പന്ദനത്തിനെ നമ്മൾ കാണും. ആ ആദിസ്പന്ദനത്തിനെ ചിത്തം സ്പർശിക്കുമ്പോഴാണ് മന്ത്രമായിട്ട് തീരുന്നത്. അതുവരയ്ക്കും നമ്മൾ യത്നമാണ്. ആ മന്ത്രത്തിനെ സ്പർശിക്കുന്നവരെ നമ്മളുടെ മന്ത്രം വൈഖരീ വാക്കായിട്ടും മധ്യമാവാക്കായിട്ടും ഒക്കെ ഇരിക്കുള്ളൂ. എപ്പോഴാണോ ആ ആദിസ്പന്ദനത്തിനെ പശ്യതി, കാണുന്നത്, തഥാ പശ്യന്തീ വാക്ക്, അപ്പോഴാണ് ആ വാക്ക് പശ്യന്തീ വാക്കാകുന്നത്. ആ വാക്കിൽ അലൗകികമായ ഒരു സാന്നിധ്യം, ഒരു സന്നിവേശം ഉണ്ടാവുന്നത്. അതുവരയ്ക്കും ആ വാക്ക് ഉച്ചരിക്കപ്പെടുന്ന വാക്കോ ചിന്തിക്കപ്പെടുന്ന വാക്കോ ആയിട്ടേ ഇരിക്കുള്ളൂ. ഉച്ചരിക്കപ്പെടുന്ന വാക്ക് വൈഖരി വാക്കാണ്, ചിന്തിക്കപ്പെടുന്ന വാക്ക് മധ്യമ വാക്കാണ്, ഈ സ്പന്ദനരൂപമായ വാക്ക് പശ്യന്തി വാക്കാണ്. അത് ക്രമേണ പരാ എന്ന് പറയുന്ന ആത്മാവിൽ, ശുദ്ധ ചൈതന്യത്തിൽ, മൗനത്തിൽ, ഇതാണ് ഈ വാക്കിൻ്റെ ഉറവിടത്തിലേക്കുള്ള യാത്ര, മംഗളമായിട്ടുള്ള യാത്ര, കല്യാണപഥം. ഇങ്ങനെയാണ് അതിൻ്റെ യാത്ര. അപ്പോൾ ഈ തരത്തിലാകുമ്പോൾ ഈ ജപം യജ്ഞത്തിനെ സമീപിച്ചു. അപ്പോഴാണ് ജപം യജ്ഞമാവുന്നത്. യജ്ഞമെന്ന് വെച്ചാൽ വിഷ്ണുവാണല്ലോ. അധിയജ്ഞോ അഹമേവാത്ര ദേഹേ ദേഹഭൃതാം വര. ഞാൻ എല്ലാവരുടെ ദേഹത്തിലും അധിയജ്ഞനായിട്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ആ യജ്ഞൻ ഭഗവാന്റെ സ്വരൂപമാണ് യജ്ഞം. അപ്പോൾ ഈ വാക്ക് ആത്മസ്വരൂപത്തിൽ പരാവാക്കിൽ ലീനമാകുമ്പോൾ ഗീതയിൽ ഭഗവാൻ പറഞ്ഞു പരാഭക്തി എന്ന് പറഞ്ഞു. അതിന് എന്നുവെച്ചാൽ വാക്ക് പരാമണ്ഡലത്തിൽ അത് അവിഭക്തമായിട്ട് ലീനമാവുന്നതാണ് പരാഭക്തി. അല്ലാതെ അത് വികാരപരമായ ഭക്തിയല്ല. ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭത്തെ പരാം. അവിടെയാണ് പരാം ഭക്തിം ലഭത്തെ. അപ്പോൾ ആ പരാവാക്കിൽ ശുദ്ധ ചിന്മാത്രമായ വസ്തുവിൽ ഈ ചിത്തം വിലീനമാവുകയാണ്.
അപ്പോഴാണത് പരാഭക്തിയാവുന്നത്. വിഭക്തി അവിടെ എടുക്കപ്പെട്ടു എന്നർത്ഥം. ഭേദബുദ്ധി അവിടുന്ന് പോയി, വിഭിന്നമായ സ്ഥിതി അവിടുന്ന് പോയി. അഭിന്നമായ അദ്വൈതമായ അഭേദമായ അനുഭൂതി മണ്ഡലം അവിടെയാണ് വരുന്നത്. ശുദ്ധ ചൈതന്യത്തിനെ അവിടെ സാക്ഷാത്തായിട്ട് അപരോക്ഷമായി തന്നിൽ താനായി സാക്ഷാത്കരിക്കും. ഈ ഒരു അനുഭൂതിയിൽ ജീവിതം ധന്യമാവുന്നു. ഇതിന് സിമ്പിളായിട്ട് നമ്മൾ തുടങ്ങിയത് എന്താ? നമുക്ക് പിടികിട്ടുന്നതിൽ പിടിച്ച് കയറി. പിടികിട്ടുന്നത് എന്താ? ശബ്ദം. ശബ്ദത്തിനെ പിടിച്ചു. ശബ്ദത്തിനെ പിടിച്ച് കലയിലേക്ക് എത്തി. ശബ്ദത്തിൻ്റെ തരംഗരൂപമാണ് കല. ശബ്ദത്തിൻ്റെ സെൻറ്റർ ബിന്ദു, നാദം ബിന്ദു കല, നാദം കല ബിന്ദു. ബിന്ദു ബൈന്ദവസ്ഥാനമാണ് ആത്മ, പരാവാക്ക്. അപ്പോൾ ആ പറയിൽ മനസ്സ് സമാധി എന്ന് പറയണം. ആ രസം ഉള്ളിൽ അല്പമെങ്കിലുമൊക്കെ അനുഭവിച്ചാലാണ് ജീവിതം വാസ്തവത്തിൽ. വിവേകാനന്ദ സ്വാമിയുടെ അടുത്ത് പറഞ്ഞു, എ പേഴ്സൺ വെൻ ഹി ടച്ചസ് ദാറ്റ് സ്റ്റേറ്റ് ദെൻ ഓൺലി ഹി സ്പിരിച്വൽ. അതുവരയ്ക്കുള്ള കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിനും ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് ശ്ലോകം പഠിച്ചു പറയൂ, കമ്പ്യൂട്ടർ പഠിച്ചു പറയും, നിങ്ങളെക്കാളും എടുക്ക് കാണിക്കും. നിങ്ങൾ എന്തൊക്കെ ഇപ്പോൾ ഈ പറയണ കാര്യമൊക്കെ ഉണ്ടല്ലോ, ഞാൻ പറയണതൊക്കെ എൻ്റെ ഒരു ഡാറ്റ കളക്ട് ചെയ്ത AI ഇവിടെ പിടിച്ചിരുത്തിയ എന്നെക്കാളും ഭംഗിയായിട്ട് പറയും. ആ പരാവാക്കിനെ സ്പർശിക്കൽ എന്നുള്ളത് ആണ് അധ്യാത്മം എന്നാണ്. എന്നുവെച്ചാൽ അപ്പോഴാണ് ആത്മനിഷ്ഠമാവുന്നത്. നമ്മൾക്ക് കുഴപ്പം പറ്റണത് എന്താണെന്ന് വെച്ചാൽ, അധ്യാത്മത്തിൽ വരുമ്പോഴും നമ്മൾ ഈ ചെയ്തിട്ട് ലോകത്തിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാവുന്നു, എത്ര ആളുകൾ മാറി, എത്ര ആളുകളെ അധ്യാത്മത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നു. ഇപ്പം സന്യാസികളും ആചാര്യന്മാരും ഒക്കെ പോലും പലപ്പോഴും ചിന്തിക്കുന്നത് ബഹിർമുഖമായിട്ടാണ്. നാരായണ ഗുരു ഒരു സ്ഥലത്ത് പറഞ്ഞു, അന്തർമുഖമായിട്ടല്ലാതെ ഇങ്ങനെ പുറത്തേക്ക് ആരാഞ്ഞു കഴിഞ്ഞാൽ മായയാം വൻ പക, എന്താണ്, പകപോക്കിടും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹവും ചെയ്തു എന്ന് വെച്ചോളൂ. പുറത്തേക്ക് അദ്ദേഹത്തിനും അതുണ്ടായി, ലോകത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം തോന്നിയിട്ടാണ് പുറപ്പെട്ടത്. പക്ഷെ അവസാനമാകുമ്പോൾ എല്ലാവരും, വിവേകാനന്ദ സ്വാമികളും അദ്ദേഹവും ഒക്കെ അവസാനം മനസ്സിലാക്കി ഇത് ശരിയാവില്ല എന്നാണ്. ഇത് ശരിയാവില്ല, കാരണം ഇത് നമ്മളുടെ ജോലിയല്ല. സ്വാമി രാമതീർത്ഥൻ പറയും, ഇഫ് ദ സോ കോൾഡ് പ്രോഫറ്റ്സ് ആർ കറക്റ്റ്, വളരെ ബോൾഡായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇഫ് ദ സോ കോൾഡ് പ്രോഫറ്റ്സ് ആർ റൈറ്റ്, ദേ ഷുഡ് ഹാവ് മെയ്ഡ് കാർട്ട് ലോഡ്സ് ഓഫ് ബുദ്ധാസ് ആൻഡ് ക്രൈസ്റ്റ് ബൈ ദിസ് ടൈം. All work is God's. Rama has no work. He lives in his Atma, takes delight in his Atma. Work is all God's. ഈശ്വരൻ്റെയാണ് ജോലി, നമുക്ക് ജോലിയൊന്നുമില്ല. നമ്മൾ ഈ ലോകം തിരുത്താനോ ലോകം നന്നാക്കാനോ സമൂഹത്തിനെ എടുത്തിട്ട് മറിക്കാനോ വെളുക്കാൻ തെച്ചതൊക്കെ അവസാനം പാണ്ടാവും. ഒന്നും നമുക്കൊരു പണിയില്ല. നമ്മളിൽ ആത്മാരാമനായിട്ടിരിക്കുക. മറ്റുള്ളവരെ ഉണ്ടാവാൻ പാടില്ല തിരുത്താൻ. നിങ്ങളൊന്നും എനിക്കില്ല, നിങ്ങളെനിക്കുണ്ടെങ്കിൽ ഞാൻ പറയണത് ഫലിക്കില്ല. നിങ്ങളൊന്നും എനിക്കില്ല, ഞാൻ എന്നിൽ രമിച്ചിരുന്നാൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് പറഞ്ഞു, ദ പവർ ദാറ്റ് യു അപ്ലൈ ഓൺ യുവർ സെൽഫ് വിൽ ഓട്ടോമാറ്റിക്കലി വർക്ക് ഓൺ അതേഴ്സ്. ദാറ്റ് ഈസ് ദ ഓൺലി വേ, നോ അതർ വേ. You cannot propagate by teaching, you cannot propagate by compelling, you cannot propagate by technique, you cannot propagate by cleverness. These are all things that we use in propagation of religion. ഇതൊന്നും വർക്കാവില്ല എന്നാണ്, ഇതൊന്നും വർക്കാവില്ല. പക്ഷെ വർക്കാവുന്ന പോലെ ഒരു ഇന്ദ്രജാലം കാണിക്കും. കാരണം കുറേ ആളുകൾ വരും, ഞങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് പറയും, എല്ലാം പറയും. കുറച്ച് കാലം കഴിഞ്ഞ് അരിച്ചു പെറുക്കി നോക്കുമ്പോൾ ആരും ഉണ്ടാവില്ല. അപ്പോൾ മറ്റുള്ളവരെ ചിന്തിച്ചിട്ടുള്ള കാര്യമേ അല്ല ഇത്. സ്വയമേവ ഉന്മത്തനായിട്ടിരിക്കുന്നവൻ്റെ ഭ്രാന്ത് അങ്ങോട്ടേക്ക് പോയിക്കോളും, അത്രയേ ഉള്ളൂ. അത് പോയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വന്തവേലയെ പാറ് എന്ന് പറയും ഭഗവാൻ മഹർഷി. വന്തവേലയെ പാറ് പോയി. അപ്പം അദ്ദേഹം പ്രൊപ്പഗേഷൻ ചെയ്യണമെന്ന് ആര് വിചാരിക്കണോ അവൻ ആരാ?
അവനെ അന്വേഷിച്ച് അവനെ ഇല്ലാതാക്കിയ തനിയെ പ്രൊപ്പഗേറ്റ് ആയിക്കൊള്ളുന്നു. അപ്പോൾ ലോകമൊന്നുമില്ല, അന്യനില്ല. ഈ സത്യം നിങ്ങളറിഞ്ഞാൽ മതി. ഇതിപ്പോൾ ഒരു വീട്ടിലാണെങ്കിലും ശരി, സമൂഹത്തിലാണെങ്കിലും ശരി, ഇതാണ് നിയമം. വീട്ടിലാകുമ്പോൾ മക്കൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കും? പലരും ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ അറിയണ്ട സ്വാമി, മക്കൾക്ക് നിങ്ങളെ കണ്ടിട്ടാണ് അവർ പഠിക്കണത്. നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ പഠിക്കുകയില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കും തോറും അവർ കേൾക്കില്ല. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. നിങ്ങൾ മിണ്ടാതെ ഇരിക്കൂ. നിങ്ങൾ എത്ര ഫ്ലവർ ആവണോ അത്ര കണ്ട് മക്കളോ പേരക്കുട്ടികളോ ഒക്കെ എടുത്തോളും. അവർ ചിലപ്പോൾ ചെറിയ കുട്ടികൾ ഒന്നും ശ്രദ്ധിക്കണില്ല എന്ന് നമുക്ക് തോന്നും. അപ്പോഴാണ് അവർ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്. ഈ പാഠശാലയിൽ ചില പിള്ളേരുണ്ടാവും, സന്ത ചൊല്ലുമ്പോൾ എന്ത് പറഞ്ഞാലും ഉറങ്ങിപ്പോൾ. ഇപ്പോൾ ഞങ്ങളുടെ പാഠശാലയിൽ ഒരു കുട്ടിയുണ്ട്, ഇത്രയുണ്ട്, നല്ല തുരു പയ്യനാണ്. ബാക്കി 4-5 പേരുണ്ട്. അതിൽ ഒരാൾക്ക് 5 സന്ത വേണം, 6 സന്ത എന്ന് വെച്ചാൽ പറഞ്ഞു കൊടുത്ത് തിരിച്ച് ചൊല്ലിപ്പിച്ചൊക്കെ വേണം. 6 സന്ത വേണം. വേറെ 2 പേർക്ക് ഒരു 4-5 സന്ത വേണം. ചില മിടുക്കന്മാരുണ്ട്, അവരൊരു 2 സന്ത 3 സന്തയിൽ ശരിയാക്കും. ഈ പയ്യൻ ആദ്യത്തെ സന്ത ചൊല്ലുമ്പോൾ തന്നെ ഉറങ്ങിപ്പോയിക്കണം. എന്ത് പറഞ്ഞാലും ശരി ഉറങ്ങിക്കണം. പക്ഷേ ചോദിച്ചാൽ ഒരു തെറ്റില്ലാതെ പറയും, ഒറ്റ തെറ്റ് കൂടാതെ പറയും. തിരുവണ്ണാമലയിൽ ഉണ്ടായിരുന്നൊരു പയ്യൻ എണീപ്പിച്ചിട്ട് കയ്യിലൊരു കുടത്തിൽ വെള്ളം കൊടുത്ത് നിർത്തും ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴും ആ കുടം ചുവട്ടിലിട്ടിട്ട് ഉറങ്ങിക്കളയും. പക്ഷെ ചോദിച്ചാൽ എല്ലാം പറയും. അപ്പോൾ അബ്സോർബ് ചെയ്യുന്നത് ഇങ്ങനെ അറ്റൻഷനിൽ ഇരുന്നിട്ടൊന്നുമല്ല. ഇതൊക്കെ നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്താണ്. ഈ സത്സംഗത്തിൽ ആളുകൾ റെഡിയാക്കിയിട്ട് ചിലർക്കൊക്കെ ചില സിദ്ധികളൊക്കെ ഉണ്ട്. നമ്മളുടെ മുമ്പിൽ ശ്രദ്ധിക്കുന്ന പോലെ എങ്ങനെ ഇരിക്കും. ഇതൊക്കെ നമ്മൾ കണ്ട് നല്ല പഴക്കാണ്. ഉറങ്ങിയിട്ടേ ഉണ്ടാവും ചിലപ്പോൾ. എന്നാലും ഭാഗവത സപ്താഹ ശ്രവണ ശിരോമണികളാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ കേട്ട് പഴകിയിട്ട് പ്രാക്ടീസ് ചെയ്തുണ്ടാക്കിയിരിക്കുകയാണ്. ഉറക്കം വന്നാലും ആർക്കും അറിയാത്ത വിധത്തിൽ കണ്ണു തുറന്ന് അങ്ങനെ ഇരുന്ന് ഉറങ്ങും. അപ്പോൾ കുട്ടികളും ഇവരൊക്കെ അങ്ങനെയാണ് എടുക്കുന്നത്. സമൂഹ പ്രചാരമൊക്കെ അങ്ങനെയേ നടക്കുള്ളൂ. നമ്മൾ വിചാരിച്ചിട്ടൊന്നും നടക്കില്ല. നമ്മളുടെ കയ്യിലില്ലാതെ നമ്മളെങ്ങനെ കൊടുക്കും പറയൂ? എല്ലാവർക്കും കൊടുക്കണമെങ്കിൽ നമ്മളുടെ കയ്യിലുണ്ടോ? അധ്യാത്മം എന്താ കൊടുക്കാൻ? വിഷ്ണു സഹസ്രനാമോ, ലളിതാ സഹസ്രനാമോ, ഭാഗവതമോ, വേദമോ, ഉപനിഷത്തോ ഒന്നും അധ്യാത്മമല്ല. ഭജന പാടുന്നത്, കീർത്തനം ഒന്നും അധ്യാത്മമല്ല. ഇതൊക്കെ വെറും ശബ്ദമാണ്. ശബ്ദരാശി ചാന്തോക്യ ഉപനിഷത്ത് പറഞ്ഞു ഇതൊക്കെ ശബ്ദമാണെന്നാണ്. പക്ഷേ ഈ ശബ്ദത്തിൽ അധ്യാത്മം വരാം. ഈ ശബ്ദം ഇപ്പോൾ റെക്കോർഡിലും ഇടാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, ഇല്ലേ? ഈ ശബ്ദത്തിൽ അധ്യാത്മം വരുന്നത് ഈ ശബ്ദം ആര് പുറപ്പെടുവിക്കണോ അയാളുടെ ഉള്ളിലാണ്. ഇതാണ് സാഹിത്യകാരൊക്കെ ഒരുപാട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കാര്യമാണ്. ധ്വന്യാലോകവും മറ്റുമൊക്കെ ഇതൊക്കെ ചിന്തിക്കുകയാണ്. എവിടുന്നാണ് വരണ ആ ശക്തി എന്നാണ്. എവിടുന്നാണ് വരണത്? അതാ പറയുന്ന വാക്കിലോ അതിൻ്റെ അർത്ഥത്തിലോ ഒന്നുമല്ല, പറയുന്ന ആളിലാണ്. അപ്പോൾ ആ വസ്തു ഉള്ളിൽ പ്രകാശിക്കണം. അത് പ്രകാശിക്കാൻ വേണ്ടിയുള്ള ഉദ്യമം ചെയ്യണം. തൻ്റെ ഹൃദയത്തിൽ അത് നേടിയെടുക്കണം. അപ്പോൾ അതിന് എന്താ വഴി? സിമ്പിളായിട്ടുള്ള നിത്യനിരന്തര സ്മരണ. തസ്യാഹം സുലഭഃ പാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ. വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാൻ ഒരു പേര് സുലഭ എന്നാണല്ലോ. സുലഭ സുഹൃത സിദ്ധ ശത്രുജിത് ശത്രുതാപന എന്നാണല്ലോ. അപ്പോൾ അതിൽ സുലഭ എന്നുള്ള നാമത്തിന് ഗീതയിൽ വ്യാഖ്യാനമാണ് തസ്യാഹം സുലഭഃ പാർത്ഥ നിത്യയുക്തസ്യ യോഗിന. അവന് ഞാൻ സുലഭനാണ്. ആർക്ക്? നിത്യയുക്തനായ യോഗിക്ക്, നിത്യനിരന്തര സ്മരണം ചെയ്യുന്ന യോഗിക്ക്. അപ്പം ഞാൻ ജോലിയൊക്കെ വിട്ടിട്ട് സന്യാസം എടുത്ത് ചെയ്യണോ? വേണ്ട. അത് ഈശ്വര നിശ്ചയമാണ്. അതിനു വേണ്ടിയിട്ടൊന്നും ഉദ്യമിക്കരുത്. മാമനുസ്മര യുദ്ധച്ച. നീ ജോലിയും ചെയ്തുകൊള്ളുക, നിൻ്റെ പ്രാരബ്ധം എന്താണെന്ന് വെച്ചാൽ ഒക്കെ ചെയ്തുകൊള്ളുക. മറ്റൊരു വശത്ത് ഈ സ്മരണം. അപ്പം അങ്ങനെ അത് എങ്ങനെ ചെയ്യും? അതിനാണ് പറയണത് ഭഗവാൻ നാമജപമോ മന്ത്രജപമോ എന്തെങ്കിലും ശീലിക്കുക.
സിമ്പിളായിട്ടൊന്ന് പിടിക്കാൻ. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഓർമ്മിപ്പിക്കാനാണ്. അതിനോടുകൂടെ ഈ സത്യത്തിൻ്റെ അനുസന്ധാനത്തിന് വേണ്ടിയിട്ടാണ്. ഇതിനാണ് നമ്മൾ മുഖ്യത്വം കൊടുക്കേണ്ടത്. രാജാവായിരുന്ന മുചുകുന്ദൻ ഭഗവാനെ മുമ്പിൽ കണ്ടപ്പോൾ പറയാണ്, ഭഗവാനെ, ലോകത്തിലെല്ലാവരും സുഖം സുഖം എന്ന് പറഞ്ഞ് ദുഃഖത്തിന് വേണ്ടിയുള്ള വിഷയത്തിന് പുറകിലാണ് പോകുന്നത്, എന്നിട്ട് സുഖം കിട്ടണില്ല എന്ന് പറയണു. ഞാൻ രാജാവായിട്ടിരുന്നു, ജനങ്ങളെയൊക്കെ കണ്ടു പഠിച്ചു, യോഗികളെ കണ്ടുപഠിച്ചു, എല്ലാവരെയും കണ്ടുപഠിച്ചു എന്നാണ് പറയണത് മുചുകുന്ദൻ. ഇവരെയൊക്കെ കണ്ടു. അതുകൊണ്ട് ഞാൻ ലോകത്തിൽ നിന്ന് വിരക്തനായിട്ട് തീർന്നിരിക്കുകയാണ്. വിമോഹിതോയം ജനഈശമായയാം ത്വദീയയാ ത്വാം ന ഭജതി അനർത്ഥദൃക്. അനർത്ഥദൃക് എന്താണെന്ന് വെച്ചാൽ ലക്ഷ്യമേ ശരിയല്ല. അതാണ് കുഴപ്പം. ലക്ഷ്യമേ ശരിയല്ല. ആളുകൾക്ക് ലക്ഷ്യം ലോകമാണ്. അധ്യാത്മത്തിൽ വന്നാൽ പോലും ലോകത്തിൽ ഒരു അമ്പലം കെട്ടണം, അല്ലെങ്കിൽ ലോകത്തിൽ എവിടേക്കൊക്കെ പോയി ഞാൻ പ്രചരിപ്പിക്കണം, ലോകത്തിലുള്ള ആളുകളെ മാറ്റിമറിക്കണം, ഇതൊക്കെയാണ് ആളുകളുടെ ലക്ഷ്യമെങ്കിൽ അന്തർമുഖമല്ല ദൃഷ്ടി. അപ്പോൾ അനർത്ഥദൃക് ന ഭജന്തി. അനർത്ഥത്തിനെ അർത്ഥമെന്ന് കരുതി കൊണ്ടുപോകുമ്പോൾ എങ്ങനെ സമാധാനം വരും? സുഖായ ദുഃഖപ്രഭവേഷു സജ്ജതേ. സുഖത്തിന് വേണ്ടി പക്ഷേ ദുഃഖമുണ്ടാക്കുന്ന വസ്തുക്കളുടെ പുറകെയാണ് പോണത്, എന്നിട്ട് സുഖം കിട്ടണില്ല എന്നും പറയണു. ഗൃഹേഷു യോഷിത് പുരുഷശ്ച വഞ്ചിത. ഈ ഗൃഹസ്ഥാശ്രമം വളരെ ജാഗ്രതയായിട്ടിരിക്കേണ്ട സ്ഥലമാണ്. അവിടെ രണ്ടുപേരും മായ കൊണ്ട് വഞ്ചിക്കപ്പെട്ടിട്ട് പരസ്പരം പറ്റിക്കപ്പെട്ട് ജീവിക്കുകയാണ്. ഇപ്പോൾ ഗൃഹസ്ഥാശ്രമം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഗൃഹസ്ഥാശ്രമത്തിന് കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല. 99.99% ഗൃഹസ്ഥന്മാരാണല്ലോ. അതുകൊണ്ട് അവരെയാണ് മെയിനായിട്ട് ഉപദേശിക്കാൻ എടുക്കണതെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെയാണല്ലോ ഏറ്റവും അധികം പ്രശ്നങ്ങളും അറ്റാച്ച്മെൻറ്റും സുഖം. അപ്പോൾ അവരെ സഹായിക്കണമെങ്കിൽ അതിനെടുത്ത് പറയുകയാണ്. നമ്മൾ ഈ ഒട്ടിപ്പിടിച്ചിരിക്കണ ഇതൊന്നും പരമാർത്ഥമല്ല. ലബ്ധ്വാ ജനോ ദുർലഭമത്ര മാനുഷം കഥഞ്ചിത് അവ്യംഗമയത്നതോ നഘ പാദാരവിന്ദം ന ഭജതി അസന്മതി ഗൃഹാന്ധകൂപേ പതിതോ യഥാ പശു. ഈ മനുഷ്യജന്മം എങ്ങനെയോ കിട്ടി. കഥഞ്ചിത് ഈ സ്കൂളിലൊക്കെ ഇങ്ങനെ പാസ്സാക്കി വിടുന്നത്, പിള്ളേരെ 10 പേരെ ഇങ്ങനെ കൊണ്ടുപോയി വിടുക എന്നുള്ളത് ഒരു ഏകദേശം 1975-80 ശേഷമാണ് തുടങ്ങിയത്. ഇതുവരെയ്ക്കും പാസ്സായാലേ അടുത്ത ക്ലാസ്സിൽ പോകാൻ പറ്റുള്ളൂ. അതും കൂടെ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. പാസ്സായാലേ അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ മനസ്സിലായി ഈ ടീച്ചറെക്കാളും ഹെഡ്മാഷിനെക്കാട്ടിലും വലിയവരൊക്കെ ഇരിക്കണം. അപ്പം എങ്ങനെ സ്കൂളിൽ സ്ഥലം വേണ്ടേ? അപ്പോൾ ഇത് ഇങ്ങനെ പോണത് കൊണ്ട് ലബ്ധ്വാ ജനോ ദുർലഭമത്ര മാനുഷം. നമ്മുടെ ഒരു മാഷുണ്ടായിരുന്നു, അവർ പറയും ഇങ്ങനെയൊക്കെ ഇരുന്ന ക്ലാസ്സിൽ ഞങ്ങൾ വന്നിട്ട് ഗുഡ് മോർണിംഗ് അല്ലല്ല, ഞങ്ങൾ പിള്ളേർ നോക്കി നമസ്കാരം എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ വയസ്സിന് മൂത്തവരാണേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണ് ബ്രഹ്മാവ് നമ്മളെ കണ്ട് നമസ്കരിക്കും. കാരണം അദ്ദേഹത്തിന് മുമ്പ് തുടങ്ങിയതാണേ, എത്ര കാലമായി. അപ്പോൾ ലബ്ധ്വാജനോ ദുർലഭമത്ര മാനുഷം. എങ്ങനെയോ ഈ മനുഷ്യ ശരീരം എടുത്തു. കഥഞ്ചിത് അവ്യംഗം. ശരീരത്തിന് കോട്ടമൊന്നുമില്ല, നടക്കുന്നു, വർത്തമാനം പറയണു, എല്ലാം കയ്യും കാലും കണ്ണും മൂക്കും നന്നായിട്ടിരിക്കണു. എങ്ങനെയോ കിട്ടി, ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. മനുഷ്യ ശരീരം കിട്ടി. പാദാരവിന്ദം ന ഭജതി അസന്മതി. ഭഗവാന്റെ പാദാരവിന്ദത്തിനെ ഭജിക്കുന്നില്ല. എന്താ പിന്നെന്താ ചെയ്യുന്നത്? ഈ പൊട്ടക്കിണറിൽ ചകഞ്ഞുകൊണ്ടിരിക്കുക. ഗൃഹാന്ധകൂപേ പതിതോ യഥാ പശു. ഒരിക്കലും പണി തീരാത്ത ഒരു വീട്. ജീവിതം മുഴുവൻ എപ്പോൾ ചോദിച്ചാലും എന്തെങ്കിലും പറയും നമ്മൾ. ഇതെപ്പോൾ അവസാനിക്കും പറയൂ. ഇത് അവസാനിക്കില്ല. ഇത് അവസാനിക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാനും പാടില്ല എന്നേ ഉള്ളൂ. ഇതിങ്ങനെ ഉണ്ടാവും ഒരു വശത്ത്. പ്രകൃതിം പുരുഷൻ ജൈവ വിദ്യനാദി ഉഭാവപി.
ഭഗവാൻ ഈ വശത്തുകൂടെ ഉണ്ട്, പ്രകൃതി സംസാരം ഈ വശത്തുകൂടെ ഉണ്ട്. ഈ സംസാരം കഴിഞ്ഞിട്ട് ഞാൻ ഭഗവാന്റെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും, ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഇടയിൽ കൂടെ കാലിങ്ങോട്ട് വെക്കണം. പറഞ്ഞയുടെയൊക്കെ അമ്മ നല്ല പരമഭാഗവതയായിരുന്നു. അവർ ഭാഗവതവും ഗീതയും ഏകനാഥി ഭാഗവതവും ഒക്കെ അവർക്ക് ഉള്ളിൽ അനുഭവം ഉണ്ടായിരുന്നു, ഭക്തി ഉണ്ടായിരുന്നു, പരമസാത്വികമാണ്. അവസാനമാകുമ്പോൾ ശരീരത്തിന് ഒട്ടും വയ്യ, പല വിധത്തിലുള്ള വയ്യായികളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ ചോദിക്കായിരുന്നു, ഇത്രയൊക്കെ ഭഗവത് ആരാധനയും ജപവും ധ്യാനവും ഒക്കെ ചെയ്ത് അവർക്ക് എങ്ങനെ ആയി? ഇത് പ്രാരബ്ധമാണ്. ഈ ശരീര മനസ്സിൻ്റേത് ഇപ്പോൾ ഭഗവത് ആരാധനയും ജപവും ഈ ധ്യാനവും ജ്ഞാനവും ഇല്ലെങ്കിലും ഇത് വരും. അപ്പോൾ എന്താ, പിടിക്കാനൊന്നും ഉണ്ടാവില്ല. മറ്റേത് ഉള്ളിൽ ആനന്ദമായിട്ട് ഇരുന്നു, സുഖമായിട്ട് ആ സൗഖ്യമൊക്കെ അനുഭവിച്ചു. അവസാനം ഇതൊക്കെ വരുമ്പോഴും അതുണ്ടായിരുന്നു. അതല്ലാതെ ലൗകികമായി അജ്ഞാനിയായിട്ട് ഇരുന്നാലും ഇത് വരും. ഇത് പ്രാരബ്ധമാണ്. ഇപ്പോൾ രമണ മഹർഷിക്ക് വന്നില്ലേ, രാമകൃഷ്ണ പരമഹംസർക്ക് വന്നില്ലേ? അപ്പോൾ അതാത് ശരീരം വരുമ്പോൾ ആ ശരീരത്തിനുള്ള പ്രാരബ്ധം എന്താണോ അതൊന്നും മാറ്റാൻ ഒക്കില്ല. പക്ഷേ അതിനു മുമ്പ് ഉള്ളിൽ പിടിക്കണം. ഈ ദേഹം വിഴും മുൻ ഭുജിപ്പതർക്ക് ശേരവാറും ജഗത്തീരെ. തായ്മാനവർ പറഞ്ഞു, ഈ ദേഹം വീഴുന്നതിന് മുമ്പ് ഇത് അനുഭവിക്കാനായിട്ട് വരൂ എന്നാണ്. കാകം ഉറവ് കലന്ത് ഉണ്ണ കണ്ടീർ. മനോഹരമായ പാട്ടാണ്. ഒരു കാക്കയ്ക്ക് ഇത്തിരി ചോറിട്ട നാട്ടിലുള്ള കാക്കകളെയൊക്കെ വിളിക്കണു. അഖണ്ഡാകാര ശിവഭോഗം എന്നും പേരിൻപ വെള്ളം പൊങ്കിത്തതുമ്പി പൂരണമായി ഏകവുരുവായി കിടക്കുത് അയ്യോ. ഇനിയെടുത്ത ദേഹം വിഴും മുൻ ഭുജിപ്പതർക്ക് ശേരവാറും ജഗത്തീരേ. ഈ ദേഹം വീണു പോകുന്നതിന് മുമ്പ് ഈ ഉള്ളിലുള്ള ഈ വസ്തുസുഖത്തിന്, ആനന്ദത്തിന്, വീട്ടിലെ ആനന്ദം, ഈ നല്ല സുഖമായി ശാപ്പാട് വെച്ച് തെരുവിൽ പോയി ആരെങ്കിലും പിച്ചെടുക്കുമെന്ന്. അപ്പോൾ ഇതിങ്ങനെ ഉള്ളിൽ കിടക്കുന്നുണ്ടല്ലോ, കിട്ടാനുണ്ടല്ലോ, ഇതിനെ നേടിയെടുക്കാൻ പാതാരവിന്ദം ന ഭജതി അസന്മതി. അന്ധബുദ്ധി. എൻ്റെ കാലമൊക്കെ പോയി ഭഗവാനെ. രാജാവാണ്, ചക്രവർത്തി, ഇക്ഷ്വാകു വംശജൻ പറയാണ്, എൻ്റെ കാലമൊക്കെ വേസ്റ്റായിട്ട് പോയി എന്നാണ് പറയുന്നത്. അജിതനിഷ്ഫലോഗതഃ രാജ്യശ്രിയ ഉന്നദ്ധമതസ്യ ഭൂപതേ. അവിടെ കയറി ഇരുന്നിട്ട് ആരടാ ഞാനടാ എന്നൊക്കെ ഉള്ള ഒരു ഭാവം വരുമല്ലോ, ഒരു വലിയ പൊസിഷനിൽ ഇരുന്ന് കളയുമ്പോൾ ഇല്ലേ. ഒരു യോഗ്യതയും ഇല്ലാത്തവന് തന്നെ അവിടെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അഭിമാനവും അഹങ്കാരവും ഒക്കെ വരും. ഇപ്പോൾ ഈ രാജാവ് പറയാണ്, ഞാനും അങ്ങനെയായിരുന്നു ഭഗവാനെ. ഒരു വശത്ത് സ്ഥാനമാനത്തിൻ്റെ അഭിമാനം, മറ്റൊരു വശത്ത് സുതദാര കോശഭൂഷു. എൻ്റെ മകൻ, എൻ്റെ പത്നി, റാണിമാർ, ട്രഷറി, അതിലെത്ര കൂടുതൽ ചേർക്കാൻ പറ്റും, ഇതൊക്കെ ചിന്തിക്കുകയായിരുന്നു. അതിന് ചിന്തയ്ക്കോ അന്തമേ ഇല്ല. ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ഒരു ലക്ഷണമാണത്. ചിന്താകുലം എന്ന് അരുണഗിരിനാഥർ പറയുന്നുണ്ട്. മനയോട് മക്കളോട് ചിന്താകുലം, കന്ദരനുഭൂതിയിൽ വരും ചിന്താകുലം എന്നുവെച്ചാൽ ഈ ഭാര്യ, കുട്ടികൾ, മക്കൾ, ഭർത്താവ്, വീട്, ഇതൊക്കെ ചിന്തയൊക്കെ അവസാനിപ്പിച്ചിട്ട് ഭഗവാനെ സ്മരിക്കാൻ പറ്റില്ല. ചിന്തയെ അങ്ങോട്ട് തിരിച്ചു വിട്ടോളണം. അല്ലെങ്കിൽ ചിന്ത ആകുലമാണ്, ഇതിങ്ങനെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കും. അതിന് സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ അത് പിടിച്ചു കളയും നമ്മൾ. അതുകൊണ്ട് ദുരന്ത ചിന്തയാന്നാണ്. ഞാൻ അങ്ങനെയൊക്കെ വിഷമിച്ചു, കുറേ ബുദ്ധിമുട്ടി, സങ്കടപ്പെട്ടു. അവസാനം ഭഗവാന്റെ ആഗ്രഹം കൊണ്ട് തപ്പ രാജ്യവും പോയി. സത്സംഗം കിട്ടി, പല യോഗസാധനകളൊക്കെ ചെയ്തു നോക്കി. അതൊക്കെ മനസ്സിനെ അടക്കുമ്പോൾ മനസ്സ് അടങ്ങുന്നു, വിട്ടു കഴിഞ്ഞാൽ വീണ്ടും മനസ്സ് പൊന്തുന്നു. ദേവന്മാർ എനിക്ക് വരം തരട്ടെ എന്ന് ചോദിച്ചു. എനിക്ക് ഒറ്റ വരമേ വേണ്ടൂ, എവിടെയും കിടന്ന് ഉറങ്ങണം. ചിലപ്പോൾ അതൊക്കെ വരം ചോദിക്കേണ്ടി വരും. ലോകത്തിൽ കുറേ ജീവിച്ചു കഴിഞ്ഞാലേ ആളുകൾക്ക് അവസാനം എന്താ വരം, ഉറക്കം കിട്ടുമെന്നാണ്. സ്ലീപ്പിംഗ് ടാബ്ലറ്റ് കഴിച്ചാലും ഉറക്കം വരാത്തതാണ് ആളുകൾ ബുദ്ധിമുട്ട്. അതാണ്
ഇത്രയും കാലം ലോകത്തിൽ വലിയ ആളായിട്ട് ജീവിച്ചിട്ട് ഫലം എന്താണെന്ന് വെച്ചാൽ ഉറക്കം പോയി. ഉറങ്ങാൻ പറ്റില്ല, ആഹാരമൊക്കെ ഉണ്ട്, വിശപ്പില്ല, നടക്കാൻ വയ്യ. ഇതാണ് പല ആളുകളുടെയും കാര്യം. അപ്പോൾ ഭഗവാനെ എനിക്ക് അനുഗ്രഹം ചെയ്തു എന്ന് പറഞ്ഞു. എന്താ അനുഗ്രഹം എന്ന് വെച്ചാൽ ഈ രാജ്യമൊക്കെ എന്നെ വിട്ടുപോയല്ലോ, സമാധാനമായി. ഈ വിട്ടുപോകുന്നതിൽ സന്തോഷിക്കുന്ന, ഇപ്പോൾ ഇവിടെ മുജുകുന്ദൻ ഒരാൾ, മഹാബലി ഒരാൾ. വിട്ടുപോകുമ്പോൾ സന്തോഷമാണ്. ഞാനായിട്ടിപ്പോൾ വിട്ടു എന്ന് ആരും കുറ്റം പറയില്ലല്ലോ, അത് പോയി, എല്ലാം വിട്ടുപോയി. സാധുഭിഹി ഏകചര്യയാ പ്രാർത്ഥ്യതേ എന്നാണ്. ഏകചാരികളായ സാധുക്കൾ, അവർ ഏകചാരികളാണ്, ഏകർഷികളാണ്, ഏകാന്തപതികന്മാരാണ്. അവർക്ക് കാട്ടിലേക്ക് പോകാനായിട്ട് രാജാക്കന്മാർ പോലും ഇതിനൊക്കെ ആഗ്രഹിച്ചു. അതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും വേണ്ട. ന കാമയേഹം തവപാദസേവനാത്. കാട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോഴാണ് കൃഷ്ണൻ എന്ന് എണീപ്പിച്ചതേ മുജുകുന്ദനെ. അപ്പോൾ മുജുകുന്ദൻ പറയണത്, എനിക്കിപ്പോൾ ഒരു കാര്യം തീരുമാനമായി, നമ്മളൊന്നും ചെയ്യണ്ട, അങ്ങ് വന്ന് വരണതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ കാട്ടിൽ വേണ്ടാത്ത കാര്യമൊന്നും ചെയ്യാതെ ആ ഗുഹയിൽ കിടന്നു. അവിടുന്ന് വന്നു, എന്നെ പിടിച്ച് എണീപ്പിച്ചു. ഇപ്പം ഞാൻ എന്ത് ചോദിക്കും? ന കാമയേന്യം തവപാദസേവനാത് അകിഞ്ചന പ്രാർത്ഥ്യതമാത് വരം വിഭോ ആരാധ്യകസ്ത്വാം ഹി അപവർഗതം ഹരേ വൃണീത ആര്യോ വരം ആത്മബന്ധനം. എന്തെങ്കിലും വരം ചോദിച്ചാൽ ഞാൻ എന്നെ തന്നെ കെട്ടിയിടാൻ ചങ്ങല വാങ്ങുന്ന പോലെയാണ്. തസ്മാത് വിസൃജ്യാശിഷ ഈശ സർവതഃ രജസ്തമസത്വഗുണാനുബന്ധനാഃ നിരഞ്ജനം നിർഗുണം അദ്വയം പരം ത്വാം ജ്ഞപ്തിമാത്രം പുരുഷം വ്രജാമ്യഹം. അത്യദ്ഭുതമായ ശ്ലോകം. എല്ലാ ആഗ്രഹങ്ങളെയും ഉപേക്ഷിച്ച്, കാരണം എന്ത് ആഗ്രഹിച്ചാലും രജോ ഗുണത്തിലോ തമോ ഗുണത്തിലോ സത്വഗുണത്തിലോ പെടും, മനസ്സ് പ്രവർത്തിക്കും. തത്ര സഞ്ജായതേ മനഃ എന്നാണ്. മനസ്സവിടെ ജനിക്കും. സാത്വികമാണെങ്കിൽ സാത്വികമായി മനസ്സ് ജനിക്കും, രാജസമാണെങ്കിൽ രാജസമായിട്ട് മനസ്സ് ജനിക്കും, താമസമാണെങ്കിൽ താമസമായിട്ട് മനസ്സ് ജനിക്കും. അതുകൊണ്ട് എനിക്കിതൊന്നും വേണ്ട. ഒരു കളങ്കമില്ലാത്തതും ഗുണാതീതമായിട്ടുള്ളതും രണ്ടാമതൊന്നും ഇല്ലാത്തതുമായ വെറും അറിവിലമർന്ന് അതുമാത്രമായിടേണം എന്ന് പറഞ്ഞു. ആ ജ്ഞപ്തി, ശുദ്ധബോധം, ആ ശുദ്ധബോധത്തിൽ ഞാൻ നിഷ്ഠനാവണം. അതാണ് പുരുഷം വ്രജാമ്യഹം. പുരുഷൻ ആരാണ്? എന്നിൽ ജ്ഞപ്തി മാത്രം, ക്ഷേത്രജ്ഞം, ജ്ഞൻ ആയിട്ടിരിക്കുന്ന ആ ശുദ്ധ ചിന്മാത്രമായ വസ്തുവിൽ ഞാൻ നിഷ്ഠയോടുകൂടെ ഇരിക്കട്ടെ. കാരണം അതല്ലാത്ത സ്ഥലത്തൊക്കെ ദുഃഖമാണ്. ചിരമിഹ വൃജിനാർത്ഥസ്തപ്യമാനോനുതാപൈഹി. എത്ര കാലമായി ഭഗവാനെ ഞാൻ കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്. ഒരുപാട് പാടുപെട്ടു, ഒരുപാട് ബുദ്ധിമുട്ടി, ഇനി വയ്യ. തപ്യമാനഃ അനുതാപൈഹി, ഒന്നിനു പുറകിൽ ഒന്ന് ഒരുപാട് തപിച്ചു. അവിതൃഷഡമിത്രഃ, ഈ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സരി, ഇതൊന്നും തീറ്റ കൊടുത്തിട്ട് അടങ്ങണില്ല. അവിതൃഷഡമിത്രഃ അലബ്ധശാന്തി കഥഞ്ചിത്, ശാന്തിയില്ല ഉള്ളിൽ. ശരണത സമുപേതഃ ത്വത്പദാബ്ജം പരാത്മൻ, ഞാനിതാ അപ്പോൾ ശരണാഗതി ചെയ്യുന്നു. അഭയം ഋതം അശോകം പാഹിമാപന്നമീശ. അഭയം, ഇനി ഭയമില്ല. ഋതം, സത്യമാണ്. അശോകം, അതിൽ ശോകമില്ല. അങ്ങനെയുള്ള ആ ഭഗവാനെ എനിക്ക് ആ ജ്ഞാനം, ആ സ്വരൂപനിഷ്ഠ തരൂ എന്ന് പ്രാർത്ഥിച്ചു മുജുകുന്ദൻ. ഒരു ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട്, വലിയ വലിയ പൊസിഷനിൽ ഇരുന്നു കൊണ്ട്, പല സുഖദുഃഖങ്ങളും അനുഭവിച്ച് തളർന്ന് ക്ഷീണിച്ച് വിരക്തനായ ഒരു മഹാപുരുഷന് ഭഗവാൻ അനുഗ്രഹിച്ച് ജ്ഞാനം ഉപദേശിച്ചതാണ് ഈ മുജുകുന്ദസ്തുതി. ഇനി തുടർന്ന് അടുത്തത് നമ്മൾ അടുത്ത പ്രഭാഷണത്തിൽ കാണാം. പാരായണം 8:35 9 മണി 9:55 തുടങ്ങും.